ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പണക്കാരനാക്കുവാൻ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുന്ന കുറച്ച് പൈസ ബാങ്കിൽ എഫ് ഡി ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിട്ടി കെട്ടിയത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. കാരണം ദിവസവും വർദ്ധിക്കുന്ന ജീവിത ചെലവും രൂപയുടെ മൂല്യം കുറയുന്നത് കാരണം നമ്മൾ സേവ് ചെയ്യുന്ന പണം ഒരിക്കലും വളരുന്നില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലോ ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകളിലോ ഇൻവെസ്റ്റ് ചെയ്താൽ വർഷങ്ങൾ കഴിയുമ്പോൾ ബാങ്കിൽ എഫ് ഡി ഇടുന്ന 6% അല്ലെ 5-6% പകരം നമുക്ക് 15% മുതൽ 20% റിട്ടേൺ പ്രോഫിറ്റ് ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പണം മാസാമാസം കിട്ടുന്ന ചെറിയ തുക എങ്ങനെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതുവഴി എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടാകും. അപ്പോൾ വലിയ പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. എന്നാൽ ഏഞ്ചൽ ഓൺ ആപ്പിനകത്ത് നമുക്ക് സ്റ്റോക്കിൽ SIP ആയിട്ട് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും. ഇങ്ങനെ എല്ലാ മാസമോ ആഴ്ചയോ ദിവസമോ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ തുക കൊണ്ട് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ SIP ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്റ്റോക്ക് SIP എന്ന് പറയുന്നത്. എങ്ങനെ സ്റ്റോക്കുകൾ SIP ആയിട്ട് വാങ്ങാം, അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ ഇടത് സൈഡായിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെ ഇടത് സൈഡ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് SIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോക്ക് SIP ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ ഓർഡർ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് നമ്മൾ SIP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ SIPകളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് SIPയുടെ ഡീറ്റെയിൽ കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ഓക്കെ എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ SIP ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ബാസ്ക്കറ്റ് നെയിം എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മൈ ബാസ്ക്കറ്റ് SIP എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന SIPയുടെ പേരാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് തന്നെ അവിടെ വരും. അപ്പോൾ മൈ SIP1 എന്ന് പറഞ്ഞ് ഞാനൊന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മാസവും എത്ര രൂപയാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഓരോ മാസവും സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കവിടെ എമൗണ്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസ, ഒരു മാസം വെറും നിങ്ങൾ ബാങ്കിൽ FD ഇടാൻ തീരുമാനിക്കുന്നത് മാസം 1000 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണ് നമുക്ക് 1000 രൂപ കൊടുക്കാം. വെറും 1000 രൂപയെ നിങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനുള്ളൂ. അതായത് ഭാവി കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കാനുള്ളൂ എങ്കിൽ വെറും 1000 രൂപ നിങ്ങളവിടെ എമൗണ്ട് എന്നുള്ളിടത്ത് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഫ്രീക്വൻസി ചോദിക്കുന്നുള്ളൂ. അതായത് നമുക്ക് ഇത് മാസത്തിൽ വേണോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി വരുമാനമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും? ഒരു 100 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഡെയിലി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ എമൗണ്ട് എന്നുള്ളിടത്ത് 100 ആക്കുക. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 100 രൂപ എന്ത് ചെയ്യും, ഈ SIPയിലേക്ക് പോകും. അപ്പോൾ ഇനി ഡെയിലി വേണ്ട, നിങ്ങൾക്ക് ആഴ്ചയിലാണ് ശമ്പളമെങ്കിൽ വീക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മാസ ശമ്പളമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത് കൊടുക്കുക. അപ്പോൾ മന്ത് സെലക്ട് ചെയ്യുക. നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ആഴ്ച എത്ര രൂപയാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തീരുമാനിച്ചത് 1000 രൂപ. നിങ്ങൾക്ക് ഒരു മാസം 10000 രൂപ ഒരു മാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് സ്റ്റോക്കുകളിലേക്ക്, ഓട്ടോമാറ്റിക്കായിട്ട് പൊയ്ക്കോളും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 1000 രൂപ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. 1000 രൂപ ഇവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം എത്ര മാസത്തേക്കാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ലോണൊക്കെ എടുത്ത് എത്രയാണ്, 36 മാസമൊക്കെ ആയിരിക്കും. നമുക്ക് 36 മാസമോ 60 മാസമോ 100 മാസമോ എത്ര മാസം വേണമെങ്കിലും ചെയ്യാം. മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12 മാസം ആകുമ്പോൾ ഒരു വർഷമായി. അപ്പോൾ 120 മാസം ആണെങ്കിൽ നമുക്ക് എന്താവും, 10 വർഷത്തേക്ക് വേണമെങ്കിലും ചെയ്യാം. 120 മാസം സെലക്ട് ചെയ്യാം. ഇനി 3 വർഷത്തേക്കാണ് എങ്കിൽ 36 മാസം സെലക്ട് ചെയ്യാം. ഞാനിവിടെ 36 എന്ന് പറയുന്ന സെലക്ട് ചെയ്തു. അപ്പോൾ 3 വർഷത്തേക്കാണ് ഞാൻ SIP ചെയ്യുന്നത്. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 10 വർഷമൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 120 മാസമൊക്കെ കൊടുക്കാം. അപ്പോൾ 10 വർഷമൊക്കെ കഴിയുമ്പോൾ സാധാരണ FD ആണെങ്കിൽ എന്ത് ചെയ്യും, ബാങ്കിലൊക്കെ ഇരട്ടിയാവും. ഇതൊക്കെ ആണെങ്കിൽ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ ആയിരിക്കും മാറുന്നത്. നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരു 1000 രൂപ റിക്കറിങ് ഡെപ്പോസിറ്റായിട്ട് ബാങ്കിൽ തുടങ്ങുക.
നിങ്ങൾ 1000 രൂപ ഈ SIP ആയിട്ട് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ നിങ്ങൾ തുടങ്ങി നോക്കൂ. ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് വെറും അതിൻ്റെ ഇരട്ടി തുകയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് 10 ഇരട്ടിയിലധികമായിരിക്കും. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ 120 മാസം കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇത് 1 വർഷത്തേക്കാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് വെറും 12 മാസം കൊടുക്കാം. 1 വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് നോക്കാൻ വേണ്ടി വേണേൽ 12 മാസം. ഞാനിവിടെ 12 മാസം സെലക്ട് ചെയ്തു. അടുത്ത് വരുന്ന സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്നുള്ളത്. ഇവിടെ ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുത്തത്. നമ്മൾ എന്നാണോ ആരംഭിക്കുന്നത് ആ ഡേറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നാളെ മുതലാണെങ്കിൽ ആ ഡേറ്റിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ കലണ്ടറിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്നാണോ തുടങ്ങുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എൻഡ് നമുക്കിവിടെ അതും ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണാമല്ലോ നിങ്ങൾക്ക് NSEയിൽ നിന്നാണോ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ. അപ്പോൾ നിങ്ങൾ NSE ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടോ, അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, NSE മതി. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് കാണാം. അത് നമ്മുടെ ഏഞ്ചൽ വൺ ആപ്പിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന പൈസയാണ്. അപ്പോൾ ഈ SIP പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഏഞ്ചൽ വൺ ആപ്പിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ ബാങ്കിൽ നിന്ന് നേരിട്ട് ഈ SIP പോകില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കിട്ടുന്ന പൈസ നമ്മളെ ഏഞ്ചൽ വൺ ആപ്പിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോരും. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിലേക്ക് ഷെഡ്യൂൾഡ് ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആണ് പ്രധാനപ്പെട്ടൊരു സംഭവം, അതായത് ഇവിടെ ആഡ് മോർ സ്റ്റോക്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ 1500-ലധികം സ്റ്റോക്ക് കമ്പനീസുകളുണ്ട്. BSEയിലാണ് 5000-ലധികം കമ്പനിയുണ്ട്. ഈ കമ്പനികളിൽ നിന്ന് ഏറ്റവും നല്ല, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളർച്ചയുള്ള കമ്പനിയിലായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് അല്ല ടാറ്റ പവർ. ഞാൻ ഇവിടെ ടാറ്റ പവർ നോക്കാം. ടാറ്റ പവർ നിങ്ങൾക്കറിയായിരിക്കും. അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ എടുക്കാം. ടാറ്റ സ്റ്റീൽ നല്ലൊരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. അപ്പോൾ ടാറ്റ സ്റ്റീൽ വന്നിട്ടില്ലേ, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് കമ്പനി വന്നു. അപ്പോൾ ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില എത്രയാണ് എന്നുള്ളത് നമുക്കിവിടെ വിഷയമുള്ള കാര്യമല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്യാം. ഫെഡറൽ ബാങ്ക്, ഇതാ 2 സ്റ്റോക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വിലകൾ നമുക്ക് കാണാം. ടാറ്റ സ്റ്റീലിൻ്റെ വില 105 രൂപ. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അത് എത്രയാണ്, 121 രൂപ. അപ്പോൾ ശരിയല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ നിശ്ചയിക്കുന്നത് ഒരു മാസം 100 രൂപ ഇടാനാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, 50 രൂപ ടാറ്റ സ്റ്റീലിലേക്കും ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിലേക്ക് 50 രൂപ പോകും. ഇനി നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് വേറെ ഒരിക്കൽ കൂടെ നോക്കാം. വേദാന്ത എടുക്കാം. വേദാന്ത അല്ലല്ലോ വന്ന വേദാന്ത ലിമിറ്റഡ് കമ്പനി. ഇവിടെ വേദാന്ത കൂടെ ആഡ് ചെയ്തു 290 രൂപ. അപ്പോൾ എന്ത് സംഭവിച്ചു, 3 സ്റ്റോക്കിലേക്കും നമ്മളിടുന്ന ഒരു മാസം ഇടുന്ന 100 രൂപ 3ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും ഈ സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് അല്ലെ ഒരു കമ്പനി നമ്മൾ വാങ്ങിയ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില ഇടിഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാക്കി 2 കമ്പനീസ് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വരുമാനം കുറയില്ല. മിനിമം ഒരു 5 കമ്പനീസ് അല്ലെങ്കിൽ നമ്മൾ 100 രൂപയ്ക്കാണ് 1000 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്ത് സംഭവിക്കും, 1000 രൂപയ്ക്ക് ഇടണമെങ്കിൽ ഒരു മിനിമം 2ഓ അതിലധികമോ കമ്പനീസിലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. SIP ആണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 3 കമ്പനി തിരഞ്ഞെടുത്തു, വേദാന്ത, ഫെഡറൽ ബാങ്ക്, ടാറ്റ സ്റ്റീൽ. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വ്യത്യസ്ത മേഖലയിലുള്ളത്, 3 എന്നല്ല 5 ആണെങ്കിൽ അല്ലെങ്കിൽ 10 ആണെങ്കിൽ പല സെക്ടറിലുള്ള കമ്പനീസ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ IT ആണ് തിരഞ്ഞെടുത്തു, ITയും ബാങ്കും
ഫാർമ 3 കമ്പനി തിരഞ്ഞെടുത്തു എന്ന് കരുതാം. ഞാനിപ്പോൾ സ്റ്റീലും ഫെഡറൽ ബാങ്കും സ്റ്റീലും പിന്നെ വേദാന്തയും ടാറ്റ സ്റ്റീലും ഒരേ കമ്പനീസാണ്. അപ്പോൾ നമുക്ക് അത് വേണ്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 എണ്ണമാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തത്, സ്റ്റീൽ കമ്പനിയും ഫെഡറൽ ബാങ്കും. രണ്ട് വ്യത്യസ്ത മേഖലയല്ലേ, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഏതെങ്കിലും ടാറ്റ സ്റ്റീൽ ഇടുകയാണെങ്കിലും ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അതുകൊണ്ടും നേട്ടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ FD ഇടുന്നതിനേക്കാളും എങ്ങനെ പോയാലും അതിൻ്റെ ഇരട്ടിയിലധികം ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 സ്റ്റോക്ക് തിരഞ്ഞെടുത്തു. ഇനി നമ്മളിവിടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാനും ഇവിടെ ക്ലിക്ക് ചെയ്താൽ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാണിക്കും. ബാസ്ക്കറ്റ് നെയിം, നമ്മളിവിടെ ബാസ്ക്കറ്റ് മൈ SIP നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ആക്ഷൻ നമ്മൾ വാങ്ങുകയാണ്. ഓർഡർ ടൈപ്പ് മാർക്കറ്റിലാണ് വാങ്ങുന്നത്. ഈ മാർക്കറ്റിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നമ്മൾ എന്നാണ് ഡേറ്റ് ഇട്ടതെങ്കിലും ഈ പൈസ സ്റ്റോക്ക് വാങ്ങുന്നത് മാർക്കറ്റുള്ള ദിവസം, അത് നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഇന്നില്ലല്ലോ, തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ മാർക്കറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ തിങ്കളാഴ്ച 11 മണിക്കും 1 മണിക്കും ഇടയിൽ ആ സ്റ്റോക്ക് വാങ്ങും. സ്റ്റോക്കിൻ്റെ വില എത്ര രൂപയായിരുന്നാലും നമുക്കവിടെ വിഷയമില്ല, നമ്മളെ എമൗണ്ടിന് വാങ്ങും. ബാക്കി അപ്പോൾ നമുക്ക് 120 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ വില, നമ്മൾ ഇട്ടുന്ന പൈസ 100 രൂപയാണ്. അപ്പോൾ 120 രൂപയ്ക്കുള്ളത് എങ്ങനെ 100 രൂപയ്ക്ക് വാങ്ങുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അത് ബ്രോക്കറിൻ്റെ ഒരു റിസ്ക്കാണ്. അവർ അടുത്ത മാസത്തേക്ക് അതിൻ്റെ ബാക്കി പൈസ അവരെടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ വേറൊരാൾ സ്റ്റോക്ക് ആവശ്യപ്പെടുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് നമ്മുടെ പകുതി പൈസ എടുത്ത് അവർ 2 പേർക്കായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങി ഡിവൈഡ് ചെയ്യും. അതൊക്കെ അവർ ചെയ്യുന്ന കാര്യമാണ്, അതിനെപ്പറ്റി നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുത്തു. ഡെലിവറിയാണ്, ഡെബിറ്റ് ടൈപ്പ്, ലെഡ്ജർ എന്ന് പറഞ്ഞു വരും, എക്സ്ചേഞ്ച് NSE ആണ്, സ്റ്റാർട്ട് ഡേറ്റ് കാണാം, എമൗണ്ട് 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്, ഫ്രീക്വൻസി മന്ത്ലി ആണ്, പീരീഡ് 12 മാസത്തേക്കാണ്, എൻഡ് ഡേറ്റ്. ഇത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 1000 രൂപ ഒരു മാസം ഇടുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ 50% ടാറ്റ സ്റ്റീലിലേക്കും 50% ഫെഡറൽ ബാങ്കിലേക്കും പോകും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞാലും കൂടിയാലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. നമുക്കിനി വേറെ ഇവിടെ മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓർഡർ സബ്മിറ്റഡ്, ഇവിടെ കാണാം, സെലക്റ്റഡ് ഓർഡർ സബ്മിറ്റഡ്. ഇനി ഓർഡർ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് കാണാം. അപ്പോൾ ഇത്രയുമാണ്, ഇത്ര വളരെ സിമ്പിളായിട്ട്. ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ, ഇത് വർക്കിംഗ് ഡേയിലല്ല ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ കാണാൻ പറ്റും, ഇന്ന് ഓഗസ്റ്റ് 19. അപ്പോൾ ഓഗസ്റ്റ് 21 മാത്രമേ ഇത് ആക്റ്റീവ് ആവുകയുള്ളൂ, കാരണം വർക്കിംഗ് ഡേയിലായിരിക്കും ഈ സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ ഇനി 1 വർഷം ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഉറപ്പായിട്ടും കാണിച്ചു തരും ഇതിൽ നിന്നും എത്ര രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായതെന്ന്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 1000, 2000, 3000 രൂപ ഇതേപോലെ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ വേറെ സ്റ്റോക്ക് വാങ്ങാൻ നിൽക്കേണ്ട, വിൽക്കാൻ നിൽക്കേണ്ട. 1 വർഷം കഴിയുമ്പോൾ ലോങ് ടൈമിലേക്ക് ഒരു 2000 അല്ല 5000 രൂപ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന മ്യൂച്വൽ ഫണ്ടിൽ വരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഫെഡറൽ ബാങ്കും വേദാന്ത എന്ന് പറയുന്ന കമ്പനി ടാറ്റ സ്റ്റീലോ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങുക, അതായിരിക്കും നല്ലത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് കൺസിഡറേഷൻ ചെയ്യുന്നില്ല, കാരണം ഞാനൊരു സെബി അനലിറ്റിക്സ് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം നല്ല കമ്പനീസ്, എനിക്ക് ഇഷ്ടപ്പെട്ട 2 കമ്പനീസ് വാങ്ങി, അതായത് വളർച്ചയുള്ള കമ്പനി. പിന്നെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ്, അതായത് ദോഷം എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ നമ്മളെല്ലാ മാസവും ഒരേ ഡേറ്റിനായിരിക്കും ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ദിവസങ്ങളിൽ സ്റ്റോക്കിൻ്റെ വില കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ SIP അല്ലാതെയാണ് ചെയ്യുന്നത്, നമുക്ക് മാസാമാസം സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വില കുറയുന്ന ദിവസം നോക്കി വാങ്ങാം. ഇപ്പം നമ്മളെല്ലാം ശരിയല്ലേ, അപ്പോൾ ഒരു ദിവസം എല്ലാ 1-ാം തീയതിയാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങാൻ നിശ്ചയിക്കുന്നത്. പക്ഷേ എല്ലാ 1-ാം തീയതി സ്റ്റോക്കിൻ്റെ വില കൂടുതലാണെങ്കിലോ നമുക്ക് സ്വാഭാവികമായിട്ട് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ഒരു ദോഷമെന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഇതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ ആയാൽ പോലും നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ ഇടുകയാണെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. നമ്മൾ എല്ലാ മാസവും വില കുറഞ്ഞ് നിൽക്കില്ലല്ലോ, അല്ലെ വില കൂടിക്കൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ദോഷമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു അങ്ങനെ SIP ആയിട്ട് ഇടുക. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഇവിടെ സ്റ്റോക്ക് SIP എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വളർച്ച എത്ര ഇത് കൂടിയോ കുറഞ്ഞോ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും, അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഏറ്റവും നല്ല, അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല, നല്ല സ്റ്റോക്ക് കണ്ടെത്താൻ അറിയില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ്. എന്ത് പറഞ്ഞാലും FD യേക്കാളും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും ചിട്ടി കെട്ടുന്നതിനേക്കാളും ഒക്കെ എത്രയോ ബെറ്ററാണ്. നമുക്ക് വലിയൊരു കാര്യം, നമുക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 10,000 രൂപ മാസം കിട്ടണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. ഇത് ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്. നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല, നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്തുമാത്രമാണ് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാച്ച് ലിസ്റ്റ് വരിക. വാച്ച് ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ മുകളിൽ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്കിവിടെ നിഫ്റ്റി കാണാം. നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സെൻസെക്സിലോ നമുക്ക് ഇവിടെ നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഈ കാണുന്ന 50 സ്റ്റോക്കിൽ ഏതെങ്കിലും 1 2 അല്ലെങ്കിൽ 5 സെലക്ട് ചെയ്യുക, വില കുറഞ്ഞ സ്റ്റോക്ക് എടുക്കുക. അപ്പോൾ നിഫ്റ്റിയിലെ ആദ്യത്തെ 50 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കില്ലേ. അപ്പോൾ നമുക്കതിലൊരിക്കലും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ അടുത്ത 50 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും എപ്പോഴും നല്ല സ്റ്റോക്കുകളായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റോക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിഫ്റ്റിയിലുള്ള ഏതെങ്കിലും സ്റ്റോക്കുകൾ നോക്കിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ വില കുറഞ്ഞ സ്റ്റോക്കുകളും ഉണ്ട് ഈ 50-നകത്ത്. സിപ്ല കോൾ ഇന്ത്യ 231 രൂപയേ ഉള്ളൂ. അതുപോലെ വില കുറഞ്ഞ സ്റ്റോക്കുകൾ ഇതിനകത്ത് നിഫ്റ്റിക്കകത്ത് തന്നെ ഉണ്ടല്ലോ. NTPC 172, ONGC 131 രൂപ, പവർ ഗ്രിഡ് 200, റിലയൻസ് ഒക്കെ ആണെങ്കിൽ വാങ്ങുന്നതായിരിക്കും, പക്ഷേ അതിനേക്കാളും നല്ല 2499 രൂപയാണ്. ഇതൊക്കെ വളർച്ചയുള്ള കമ്പനീസാണ്. അപ്പോൾ SBI, അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വായിക്കുന്നതോ ആരെങ്കിലും പറയുന്നതോ ഉള്ള ഒരു കമ്പനിയിൽ പോയി ചാടി തലവെച്ച് വാങ്ങാൻ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പെന്നി സ്റ്റോക്കും തിരഞ്ഞെടുക്കരുത്. പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10 രൂപയൊക്കെ ഉള്ള യെസ് ബാങ്ക്, വോഡഫോൺ, അതൊക്കെ ഒരിക്കലും വളരാത്ത കമ്പനീസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട് ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ലോട്ടറി എടുക്കുന്നത് പോലുള്ളൊരു സംഭവമായിപ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള പെന്നി സ്റ്റോക്കുകൾ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകാതിരിക്കുക. അല്ലാതെ നിങ്ങൾ നല്ല സ്റ്റോക്കുകൾ നോക്കി നിങ്ങൾ സ്റ്റോക്കിൽ SIP ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി യാതൊരു അറിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുവഴി നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടത് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനകത്ത് ഇത് ചെയ്യുന്നത്, അപ്പോൾ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക, SIP സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക.